ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഞാനും ഉണ്ടായിരുന്നു. സെയിം കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല, അച്ചായൻ വന്ന കാര്യം ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നെ മറച്ചു വെച്ചൊരു കാര്യം. ഒത്തിരി ഇഷ്ടപ്പെന്നെ നിന്നെ കേട്ടോ. ഇപ്പൊ കാക്കതൂറി ഇട്ടെന്നെ നീ വീട്ടിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. കേറി കിടക്കാൻ ആൾക്കൊരു വീടായോ അത് മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റുള്ള ഒരു കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ല. ഒരുപാട് പേർക്ക് തറ കെട്ടിയിട്ട് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഇതിന് ബാക്കി പൈസ ഇട്ടാത്ത ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഈ അച്ചായനെ പോലത്തെ ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ. അങ്ങനെയുള്ളവർ നിങ്ങൾ തളർത്തല്ലേ. മറ്റുള്ളതൊക്കെ അയാൾ വേറെ വിഷയങ്ങളാണ്. എല്ലാവരും കൂടി അയാൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അച്ചായന്മാർ പിന്നെ ഉണ്ടാകില്ല. ിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഫുഡി സൂരജാണ്. പക്ഷെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അച്ചായനെ എല്ലാവരും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിലാണ്, ഈ വോയിസ് നോട്ട്. ഇതൊന്ന് കേട്ടോക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടമാണ് നിന്നെ എനിക്ക്, അതുപോലെ ജീവനായി പോയടി. ഞാൻ പറഞ്ഞേ, നമ്മളെ ഈ കേരളത്തിൽ 150%, എല്ലാവരും എന്നല്ല പറഞ്ഞ് 150% പേരും കോയിത്തരം കാട്ടുന്നവരായിരിക്കും. പക്ഷേ ഈ അച്ചായൻ ഈ വിട്ട വോയിസ് അതൊരു വേറൊരുത്തൻ്റെ ഭാര്യക്കാണ് എന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഓരോ കേസ് വരുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണിൻ്റെ ഭാഗത്ത് എന്താ തെറ്റില്ലേ, ആണ് അങ്ങനെ പറയുമ്പോൾ ഇതിന് അങ്ങോട്ട് പോകണമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ വോയിസിന് അച്ചായൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം എന്ത് വന്നു എന്നുള്ളത് ഞാൻ പലയിടത്തും ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് എന്നോട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞേക്കട്ടെ, ഇങ്ങനെയൊക്കെ വോയിസ് അയക്കുമ്പോൾ അത് മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അച്ചായൻ ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ അച്ചായൻ ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ആ പെണ്ണിനെ തൊടുകയോ പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അല്ലാതെ ഒരാൾക്ക് ഇഷ്ടമാണ് മുത്തേ, അല്ലെങ്കിൽ അങ്ങനെയാണ് മുത്തേ, ഇങ്ങനെയാണെന്ന് മുത്തേ എന്ന് പറയുമ്പോൾ പറ്റില്ലെങ്കിൽ ഒഴിവാക്കി വിടാം. അതിലും കൂടുതൽ മോശമായിട്ട് അച്ചായൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോയിസും പാടി അവർ പുറത്ത് വിടട്ടെ. പിന്നെ അതിൽ കിസ് കൊടുത്തത്, അതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. ഞാൻ 100% പറഞ്ഞ് യോജിക്കാൻ കഴിയില്ല. അത് ഇനിയിപ്പോൾ ഞാൻ യോജിക്കൂല. ഇനി അടുത്തത് ഫുഡി സൂരജ് വിട്ടൊരു കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊന്ന് കണ്ടോക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ടോണി അച്ഛനായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യുന്നത് ഞാനാണ്. എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത്. ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ. അതാണ് സൂരജിൻ്റെ ചാനലിലാണ് ആദ്യമായിട്ട് വീഡിയോ വരുന്നത്. ഇനി ബാക്കിമ്പാടി സൂരജിന് എന്താ പറയുള്ളതെന്ന് പാടി ബാക്കിമ്പാടി കേൾക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വേറെ ഒന്നും വേണ്ട, കറക്റ്റ് തെളിവ് സഹിതം സൂരജ് കറക്റ്റ് പറയുന്നുണ്ട്. സഹോദരിയുടെ മോനാണ്. അപ്പൊ ആ ഒരു ഒട്ടും നിവർത്തിയില്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്നതിന് കഴിക്കാനും ഒരു വക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്തു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ചെന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് 3 ദിവസം മുന്നേ അച്ചായൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി തീരാത്തൊരു വീടുണ്ട്, ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസയൊക്കെ കൊടുത്തെന്നുള്ളത് അറിഞ്ഞു. ഞാൻ അവിടെ പോയി സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല, അച്ചായൻ വന്ന കാര്യം ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നെ മറച്ചു വെച്ചൊരു കാര്യം. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് അച്ചായനാണോ പണിത് കൊടുക്കുന്നത്. കണ്ടാ, സൂരജ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അവർ മറച്ചു വെച്ചാണെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. പക്ഷേ ഒരാളെ മുന്നിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ കൈന്ന് കിട്ടേണ്ട ഒരു അവസ്ഥ വരരുത് എന്നില്ല. കടം ചോദിച്ചാലും ഒരാളെ മുന്നിൽ യാചിച്ചിട്ട് വെറുതെ മേടിക്കുന്ന ഒരു അവസ്ഥ വരുത്തല്ലേ എന്നുള്ളത്. കാരണം എന്താ, അത് അങ്ങനെ മേടിച്ച് ശീലമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾക്ക് ഒരുപാട് പേരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നതാണ്. അത് പിന്നെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഗതി ഉണ്ടെങ്കിൽ പോലും പിന്നെ അത് എരന്ന് തിന്നാലേ അവർക്ക് മനസ്സ് പിടിക്കും. ഞാൻ ഇവരെ കുറ്റം പറയില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിരിക്കരുത്. ഈ അച്ഛനെയും അമ്മനെയും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ പറയുകയാണ്, ഒരു നോർമലി ലെവലിൽ ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞാണ്. ഇനി ബാക്കിയുള്ള മുമ്പാടെ നമുക്ക് കേട്ട് നോക്കാം. ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടെന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാവാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും കിട്ടിയതും പൂർത്തിയാവാത്ത വീടാണ്. അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ചായന് മെസ്സേജ്, പലർക്കും മെസ്സേജ്, പഞ്ചായത്തിലും പറഞ്ഞു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അച്ചായൻ വരുന്നതും. മൊത്തം ടോട്ടൽ 4.5 ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ കോൺട്രാക്ട് പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും 1.5 ലക്ഷം രൂപ ആ ഒരു അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ടോട്ടൽ 4.5 ലക്ഷം രൂപ. അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീട് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 4 ലക്ഷവും അച്ചായൻ കൊടുത്ത 4.5 ലക്ഷം രൂപയും കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. അപ്പൊ പുള്ളി അവിടെ 4.5 ലക്ഷം രൂപ കൊടുത്തത് സത്യമായിട്ടുള്ള കാര്യമാണ്. 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലും കൊടുത്ത് 3 ലക്ഷം രൂപ പണിക്കാരന്റെ. അതാണ് സംഭവം. ഇവർക്ക് വീട് കിട്ടിയിരിക്കുന്നത് സ്ഥലം കിട്ടിയ പഞ്ചായത്തിൽ നിന്നും ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ആ 4 ലക്ഷം കൊണ്ട് വീട് പണി തീരില്ല എന്നുണ്ട് കേരളത്തിൽ ബുദ്ധിയുള്ള ഏതൊരുത്തനും മനസ്സിലാവും. പക്ഷേ അച്ചായനക്ക് ഇതിൽ വന്ന തെറ്റെന്താ അറിയാം. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ തല്ലുന്നതൊക്കെ എന്തിനാണെന്നറിയോ?
അച്ചായനക്ക് വന്ന പ്രശ്നം എന്താണ്? അച്ചായൻ കയറ്റി കൊടുത്ത വീടാണെന്ന് പറഞ്ഞു. അച്ചായൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഒറ്റ കാര്യം അച്ചായന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇവർക്ക് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ്, അതിൻ്റെ പണി പൂർത്തിയാവാത്തതുകൊണ്ട് ഞാൻ ബാക്കി പണി തീർത്ത് കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്ന്. പലവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടുന്നത്. ഇനി ബാക്കി പാടിയും കേട്ടോ. ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ്. ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ്. അത് എത്ര ലക്ഷം രൂപ ആദ്യം കിട്ടി? ആദ്യം 1 ലക്ഷം രൂപ അങ്ങനെ ബേസ്മെന്റ് ഒക്കെ ചെയ്ത് ഹസ്ബൻഡ് ചെയ്തിട്ടപ്പോൾ പിന്നെ 60,000 കിട്ടി. 4 ലക്ഷം രൂപ ടോട്ടൽ കിട്ടി. ഇപ്പൊ 4 ലക്ഷം രൂപ കൊണ്ടാണ് ഇത് മൊത്തം പണിത്. ഇതിന്റെ പണിയുന്നത് 4 സൈഡ് കട്ട കെട്ടിയിട്ട് തട്ടടിച്ചിട്ട് ഇട്ടുന്ന സമയത്താണ്. പൂശിയിട്ടൊന്നുമില്ല, ടൈൽ ചെയ്ത്. അതായത് ചെയ്തിട്ടില്ല. കറണ്ട് ഞങ്ങൾ നേരത്തെ കുറ്റിക്കാൽ കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്ന് എത്തി. ദൈവദൂതനെ പോലെ ഒരാളെത്തി. അച്ചായൻ ഇതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ ഇത് മോളേന്ന് കൊടുത്തതാണ്. അത് ഇനി തിരിഞ്ഞു വന്ന കാര്യം എനിക്കറിയാം. അപ്പൊ വന്നിട്ട് ഈ അച്ചായൻ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്തത്? 3 ലക്ഷം രൂപ തന്നു. എത്ര? 3. ആരും തന്നല്ല, നാട്ടുകാർ നമ്മളെ സഹായിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞത് അത് ഞാൻ അതിനെ മറച്ച് തിരിച്ച് അച്ചായനൊന്നും തന്നിട്ടില്ലെന്നാണ് ഇപ്പൊ അതിൽ വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്നത്. ഞാൻ തോന്നി ചേട്ടന് ഈ അച്ചായൻ കൊണ്ട് തന്നതെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ. 3 ലക്ഷം കറക്റ്റാ കിട്ടിയില്ല? 1.5 ലക്ഷം രൂപ തന്നാ ആദ്യം. രണ്ടാമത് മേസിനായിട്ടാണ് കോൺടാക്ട് ചെയ്തത്. എനിക്കറിയില്ല. 3 ലക്ഷം രൂപ തന്നിട്ടില്ല. ഈ വീട് മൊത്തം പണിത മേസ്തിരിയാണ്, പേര് ചെയ്യാൻ. ടോട്ടൽ എത്ര രൂപ അച്ചായൻ തന്നിട്ടുണ്ട് പൈസ ആയിട്ട്? ഇവിടെ മൊത്തം 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം തന്നിട്ടുണ്ട്. ആരെ കയ്യില തന്നെ? തന്നത് 1.5 അവിടെ കൊടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം രൂപ ചേട്ടൻ്റെ തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ സത്യമാണെന്ന് മനസ്സിലായില്ലേ? അച്ചായൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള തെളിവുണ്ട്, അതിനുള്ള ആൾക്കാരും ഉണ്ട്, ഒക്കെ കറക്റ്റാണ്. ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അച്ചായനെ കണ്ടപ്പോൾ ആ വീട് കണ്ടപ്പോൾ തന്നെ അച്ചായനെ സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തട്ടടിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ചായൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വെച്ച് തരാം ഞാൻ. അങ്ങനെയാണ് അച്ചായൻ നമുക്ക് ഈ പൈസ തന്നത്. പിന്നെ അച്ചായനാണ് തന്നത്. അപ്പൊ പഞ്ചായത്തുകാരും എല്ലാവരും കൂടെ നമ്മളെ വന്നിട്ട് തീ വാരിയിടണം. അത് നിങ്ങൾ അച്ചായൻ വെച്ച് തന്ന വീടാണല്ലോ നിങ്ങൾ പറയണത്. നമ്മൾ തന്ന ലൈഫ് പദ്ധതി വീട്ടിന്റെ കാര്യം മറ്റും ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ തന്ന 4 ലക്ഷം രൂപ കൊണ്ടൊന്നും എനിക്ക് വീട് പൂർത്തിയായില്ല, പാതിയിൽ കിടക്കുകയാണ്. അച്ചായൻ വന്നാണ് നമ്മളെ ഇത്രയും സഹായിച്ചത് എന്ന് പറഞ്ഞു. അത് നല്ല തെറ്റുണ്ടാന്ന് ഞാൻ ചോദിച്ചു. അച്ചായൻ തന്ന കാര്യം കൂടെ നമ്മൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് പോയി. അപ്പൊ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു. അതിന് അവര് കട്ടാക്കി കഴിഞ്ഞ് നമുക്കൊന്നും അന്ന് നമ്മൾ വന്നപ്പം പറയാൻ മറന്നുപോയി. ആ ഒരു കണ്ടോ, അച്ചായന് പണി തീർത്തതാണെന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോ കട്ട് ചെയ്തതാണ്. ഇതാണ് സത്യം. പിന്നെ അച്ചായൻ വന്നാണ്ടൊരു വീഡിയോ ചെയ്തപ്പോഴും അച്ചായൻ എന്ത് ചെയ്തു? ഇത് ലൈഫ് മിഷൻ്റെ വീടാണെന്നുള്ളത് പറഞ്ഞതുമില്ല. സംഭവം അതാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും ഒരുപാട് പേരെ എനിക്കറിയാം ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീട് കിട്ടിയവരൊക്കെ. അത് എങ്ങനെയാണ് നടക്കണമെന്നൊക്കെ അറിയാം. ഫസ്റ്റ് ഗഡു ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം കിട്ടും, 75,000 50,000 കിട്ടും. അതുകൊണ്ട് നമ്മൾ തറ കെട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ സിറ്റുവേഷനിൽ? അത് ഇനി കുറച്ച് കൂടുതൽ കല്ലും മണ്ണൊക്കെ ഇറക്കേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗഡു കിട്ടും. ആ ഗഡുവിൽ ഏറിപ്പോയ 1-1.5 ലക്ഷം കിട്ടണമെന്ന് വേണം വാർപ്പ് വരെ കഴിക്കണം എന്നുണ്ടെങ്കിൽ. നടക്കുമോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്താലേ ബാക്കിയുള്ളത് കിട്ടുള്ളൂ. ഇതുകൊണ്ടൊന്നും ഒരു 600 സ്ക്വയർ ഫീറ്റ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പോലെ ഈ 4 ലക്ഷം കൊണ്ട് തീരൂല. ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം 8 ലക്ഷം ഉറുപ്പിയോളം വേണം. ഏറ്റവും കുറഞ്ഞ നിങ്ങൾ കൂട്ടിക്കൊള്ളി. ഏറ്റവും കുറഞ്ഞത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളിങ്ങനെ ഈ അച്ചായനെ വിമർശിക്കുമ്പോഴും അച്ചായനെ ഇട്ട് ഇതാക്കുമ്പോഴും നിങ്ങൾ വിമർശിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേ വോയിസിൻ്റെ ഇതിൻ്റെയും കാര്യങ്ങൾ അത് വേറെ വൈക്ക് പോട്ടെ, അത് വേറെ കാര്യം. അത് അയാളെ പേഴ്സണലായിട്ടുള്ള വിഷയം, ഒരു പെണ്ണുമായിട്ട് സംസാരിച്ച വിഷയം, അത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് ഒഴിവാക്കി വിടേണ്ട കാര്യമുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ചായൻ ആ പൈസ അവിടെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നും ആ വീട് അതേമാതിരി കെടുക്കിക്കാരം അല്ലേ? ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? അച്ചായൻ അവിടെ വന്നിട്ട് അത് അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് അവർക്ക് കയറിക്കെടുക്കാൻ നല്ല അന്തസ്സുള്ള നല്ലൊരു വീടുണ്ട്. ചളിയും വെള്ളവും മഴയൊന്നും കൊള്ളാത്ത നല്ലൊരു വീടുണ്ടായി കൊടുത്ത്. നിങ്ങളെന്താ അത് ചിന്തിക്കാതെ? നിങ്ങൾ നെഗറ്റീവ് മാത്രം എടുത്ത് ഇതാക്കല്ലേ. ഈ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ ആരെന്തെന്നെ പറഞ്ഞാലും അച്ചായൻ പൈസ കൊടുത്തതിനെ കുറിച്ചിട്ട് വീടുണ്ടായി കൊടുത്തതിനെ കുറിച്ച് ഞാൻ അച്ചായനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. മറ്റുള്ളതിനൊന്നും സപ്പോർട്ട്. കാരണം എത്രയോ പാവപ്പെട്ടവരെയാണ് അച്ചായൻ സഹായിക്കുന്നത്. നിങ്ങൾ അയാളെ വീഡിയോസിൽ കാണില്ല, സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും അച്ചായന് വർക്കൗട്ട് ആവില്ല. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അച്ചായൻ കെട്ടുകണക്കിന് ക്യാഷ് കൊണ്ടേ കൊടുക്കുന്നത് അത് നുണയല്ലല്ലോ. അതിന് നമുക്ക് മറ്റത് PR വർക്കുള്ള ആൾക്കാർ പലതും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇത് അച്ചായന് സ്വയം നാവോട് പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ അച്ഛനക്ക് അല്ലെങ്കിൽ ആ അമ്മക്ക് ആ ഒരു വീടിൻ്റെ ബാക്കിയുള്ള പണി പൂർത്തിയാക്കി കൊടുത്ത അച്ചായനല്ലേ? ലൈഫ് മിഷന് കിട്ടുന്ന ഈ 4 ലക്ഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവുമോ? ഒന്നും ആവൂല. ഒന്നും എവിടേക്കും എത്തൂല വീട്.
ഫസ്റ്റ് തറപ്പണി കഴിച്ചാൽ തന്നെ ഇവർക്ക് കടായിരിക്കും. രണ്ടാമത് കയറ്റണമെന്നുണ്ടെങ്കിൽ അവൻ കടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വീട് അച്ചായന് ഉണ്ടാക്കി കൊടുത്തതിന് നിങ്ങളെന്താ അത് നോക്കാത്ത? അതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരുപാട് പേരത് വീഡിയോസിൽ ഇതിലൊക്കെ കാണുന്നതാണല്ലേ, ഇൻസ്റ്റഗ്രാം തുറന്നാലും ഇതൊക്കെ തുറന്നാൽ കാണുന്നതാണ്. ഒരുപാട് പേർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് തറ മാത്രം കെട്ടിയിട്ടാണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞെന്താണ്, ഭരണം മാറി അത് മാറി ഇത് മാറി എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അവിടെയാണ് ഈ അച്ചായനെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളെന്താ അത് കാണാത്ത? മഴ കൊള്ളാതെ കയറിക്കെടുക്കാൻ ഒരു വീടായില്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അച്ചായനെ വിമർശിക്കുമ്പോൾ ഇതുപോലത്തെ അച്ചായന്മാർ ഇനി ഇല്ലാതാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ അച്ചായൻ തന്നെ ഈ പരിപാടി നിർത്തുള്ളൂ. മറ്റേ അയാളെ ബിസിനസ്സിൻ്റെ പ്രൊമോഷനും ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അയാളുടെ അതൊന്നും ഞാൻ നോക്കണില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അവർക്ക് കയറിക്കെടുക്കാൻ ഒരു വീട് ആയില്ലേ, അതിന് അച്ചായൻ സഹായിച്ചില്ലേ, അത് മതി. പക്ഷെ അച്ചായൻ തെളിയിക്കേണ്ട പറയേണ്ട ഒറ്റ കാര്യമുണ്ട്, ലൈഫ് മിഷൻ്റെ പദ്ധതി ആയിട്ടുള്ള ബാക്കിയുള്ള പരിപാടി ഞാൻ പൂർത്തീകരിച്ച് കൊടുത്തു എന്നുള്ളത് മാത്രം അച്ചായൻ പറയണ്ടുള്ളൂ. ഇതിൽ നിങ്ങൾ എല്ലാവരും പാടെ അയാൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്നേക്കുമായിട്ട് ആ പരിപാടി നിർത്തും. അത്ര പറയാനുള്ളൂ. മറ്റുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരേക്കും